നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ 12. ഓക്കെ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന ലെസണിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 വേഴ്സസ് ഫ്രീക്വൻസി ന്യൂ കർവ് ഈസ് പ്ലോട്ടഡ്. H Planck's constant and phi0 work function. V0 വേഴ്സസ് V ഈസ് ലീനിയർ. ശരിയല്ലേ? അല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് അല്ലേ? നമ്മൾ പഠിച്ചില്ലേ E ഈക്വൽ ടു phi0 പ്ലസ് KE max ആണ് അല്ലേ? ഈ KE max ആണ് E ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലേ? അല്ലേ? അപ്പം നമുക്കിതാ ഇവിടെ ഈ എനർജി എന്ന് പറയുന്നത് അപ്പോൾ E ഇൻറ്റു VS കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു E മൈനസ് I0 അല്ലേ? ആ E എന്ന് പറയുന്നത് H ന്യൂ അല്ലടാ മക്കളെ മൈനസ് I0. അവിടെ നിന്ന് VS ഇസ് ഈക്വൽ ടു H ന്യൂ ഡിവൈഡ് ബൈ E മൈനസ് I0 ബൈ E. ആ ഗ്രാഫ് പഠിച്ച ഓർമ്മ ലിങ്ക് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ആണ് വിത്ത് സ്ലോപ്പ് H ബൈ E എന്ന് അല്ലേ? അപ്പോൾ V0 വേഴ്സസ് V റിലേഷൻ എന്താണ്? ലീനിയർ. അത് കറക്റ്റ് ആണ്, A കറക്റ്റ് ആണ്. ഇനി നോക്ക്, സ്ലോപ്പ് ഓഫ് ദാറ്റ് ഗ്രാഫ് phi0 ബൈ H ആണോ? സ്ലോപ്പ് എന്താണ്? H ബൈ E അല്ലേ? അപ്പോൾ B എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ അല്ലേ? ഇനി നിങ്ങൾ നോക്ക്, C നോക്ക്, H കോൺസ്റ്റന്റ് ഈസ് റിലേറ്റഡ് ടു സ്ലോപ്പ് ഓഫ് V0 വേഴ്സസ് V0 വേഴ്സസ് V ലൈന്. ശരിയാണ് അല്ലേ? H എന്തുമായിട്ട് റിലേഷൻ ഉണ്ട്? സ്ലോപ്പായിട്ട് റിലേഷൻ ഉണ്ട്, കാരണം H ബൈ E ആണല്ലോ സ്ലോപ്പ്. C എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. D നോക്ക്, വാല്യൂ ഓഫ് ഇലക്ട്രിക് ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് നോട്ട് റിക്വയർഡ് ടു ഡിറ്റർമൈൻ H കണ്ടുപിടിക്കാൻ അല്ലേ? ഈ ഗ്രാഫിൽ നിന്ന് H കണ്ടുപിടിക്കാൻ ഇലക്ട്രോണിക് ചാർജിൻ്റെ ആവശ്യമില്ലേ അല്ലേ? കാരണം സ്ലോപ്പ് ഈക്വൽ ടു H ബൈ E ആണ്. അപ്പോൾ H എന്ന് പറയുന്നത് E ഇൻറ്റു സ്ലോപ്പ് എന്നല്ലേ നമുക്ക് എഴുതേണ്ടത് അല്ലേ? അപ്പോൾ ഈ ആവശ്യമുണ്ട്. അപ്പോൾ D എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഈ നോക്ക്, വർക്ക് ഫംഗ്ഷൻ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് വിത്തൗട്ട് നോയിങ് ദ വാല്യൂ ഓഫ് H അല്ലേ? വർക്ക് ഫംഗ്ഷൻ കാണാൻ നമ്മൾ Hന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? Y ഇന്റർസെപ്റ്റ് നോക്കിയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ E എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും ശരി കറക്റ്റ് അല്ലേ? അപ്പോൾ ഏതൊക്കെ കറക്റ്റ് ആണ്? A കറക്റ്റ് ആണ്, C കറക്റ്റ് ആണ്, E കറക്റ്റ് ആണ്. എയും സിയും ഇയും കറക്റ്റ് ആണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ.